السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. അല്ല, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് ഞാൻ എന്തിനാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്? ഇപ്പം നമ്മളൊരു അസുഖമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഗുളിക കഴിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു തന്നെ തെറ്റാണ്. ഒരു ഗുളികയാണ് കഴിക്കുക. ഒന്നുകിൽ 2 ആഴ്ചത്തേക്ക്, ചിലർക്ക് 1 മാസത്തേക്ക്, ചിലർക്ക് 3 മാസത്തേക്ക്, ചിലപ്പോൾ 1 കൊല്ലത്തേക്ക്, അങ്ങനെ പല രീതിയിലും മരുന്ന് കഴിക്കുമല്ലോ. അപ്പോൾ എന്തിനാണിത്? ബോഡിക്ക് അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കില്ലേന്ന്. ഏത് ചികിത്സയാണ്? മരുന്നുള്ളത്, മരുന്നില്ലാത്തയും പല ചികിത്സ ഉണ്ടല്ലോ. പല ടൈപ്പ് ചികിത്സ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ഏത് ടൈപ്പ് ചികിത്സയായാലും അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? കാരണം ബോഡിയുടെ നേച്ചർ അങ്ങനെയാണ്. റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിങ്ങിൽ വീണ്ടും ആവർത്തിച്ച് കിട്ടുമ്പോഴാണ് ശാശ്വതമായ പരിഹാരം വരിക. ഇതേപോലെ തന്നെ മനസ്സിൻ്റെ പ്രത്യേകത. റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ ഞാനും ആവർത്തിക്കുന്നു, നിങ്ങളും ആവർത്തിച്ച് കേൾക്കും. കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒഴിവുവേളകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴാണ് മെൻ്റൽ ചേഞ്ച് വരുന്നത്. മാനസിക തലത്തിലും ഇമോഷണൽ തലത്തിലും വൈകാരിക തലത്തിലും മാറ്റം വരിക. അല്ലെങ്കിൽ തിയറി പഠിപ്പിക്കാനാണ് ഞാൻ ഒറ്റവാക്കിൽ നിങ്ങൾ പറഞ്ഞു പോയാൽ പോരെ. ഇന്നമല്ല സീരീസല എന്നതാണ് അർത്ഥം. ഇന്നമല്ല സീരീസല എന്നാൽ തീർച്ചയായിട്ടും ഞെരുക്കത്തോടാണ് എളുപ്പം. എല്ലാവർക്കും അർത്ഥം മനസ്സിലായി. ഇന്ന അർത്ഥത്താക്കിയത് ഇന്ന മനസ്സിലായല്ലോ. വല്ല അങ്ങനെ പറഞ്ഞ് പോയാൽ മതി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത് വാക്കർത്ഥം പഠിക്കുമെന്നല്ലാതെ ലൈഫ് അർത്ഥം പഠിക്കൂല. എന്താണ് ലൈഫിൻ്റെ മീനിങ്? വാട്ട് ഈസ് മെൻ ബൈ ലൈഫ്? ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതിൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഖുറാനിലൂടെ രക്ഷപ്പെടുന്ന ഒറ്റ വാക്കുകൊണ്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പല്ലുവേദന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒതുക്കിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവും. പല്ലുവേദനയുടെ ബുക്കാണിത്, മെഡിക്കൽ ബുക്കാണ്, അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഡീകോഡ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകണം. അതുകൊണ്ട് റിപ്പീറ്റേഷൻ നിർബന്ധമാണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെങ്കിലും ക്ലാസ് പറഞ്ഞത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ദുനിയാവിൽ കിട്ടുന്ന വേറെ സാധനമാണ് റാളിയത്തെ മർലിയ, പരിപൂർണമായ സംതൃപ്തിയുടെ അവസ്ഥ. വല്ലാത്തൊരു സംതൃപ്തി, വല്ലാത്തൊരു വേർഡാണ് ഇത് റാളിയത്ത് എന്നുള്ളത്. ഒരുപാട് സ്ഥലത്ത് റബ്ബിനെ റിള വെക്കുന്ന ആളുകളെപ്പറ്റി ഒരുപാട് ആയത്തിൽ ഖുറാനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല, നിനക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൽ സംതൃപ്തിപ്പെട്ട ഒരു വിഭാഗം ആളുകളെപ്പറ്റി ഇങ്ങനെ പറയുന്നതാണ് ഖുറാൻ. റാളിയത്ത് മർലിയ, വല്ലാത്തൊരു വേർഡാണ്. ഓക്കെ. അപ്പോൾ എന്താണ്? യാത്തു നഫ്സൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക്കി, നീ നിൻ്റെ റബ്ബിലേക്ക് തിരിച്ചു വരിക. എങ്ങനെ വരാൻ പറഞ്ഞത്? റാളിയത്തൻ മർലിയ, പരമ സംതൃപ്തിയിൽ വരിക. അപ്പോൾ ഈ മലക്ക് നമ്മളോട് ഇത് മരണവേളയിൽ പറയണമെങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ പോയിട്ട് നേടാനുള്ളൊരു സംഗതിയാണ് മലക്കിനിപ്പോൾ പറയാനായോ? തിരിച്ച് വാന്നല്ല പറയുന്നത്. മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലൈഫിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, റിട്ടേൺ ലൈഫിലേക്ക്. അപ്പോൾ അവിടെ നിന്നാണ് പറയുന്നത് ഇർജിയില റബ്ബിക്ക് റാളിയത്തൻ മർലിയായിട്ടാണ് റബ്ബിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ റാളിയത്തൻ മർലിയ ദുനിയാവിൽ കിട്ടേണ്ട ഈ അവസ്ഥ, പരമസംതൃപ്തിയുടെ മെൻ്റൽ സ്റ്റേറ്റ്, മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റ്, വൈകാരിക അവസ്ഥ. ഈ വൈകാരിക മാനസികാവസ്ഥ, റാളിയത്തൻ മർലിയ എന്നുള്ള അവസ്ഥ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച്, രുചിച്ച്, ആസ്വദിച്ച്, നുകർന്ന് കുടിച്ച്, മോന്തി കുടിച്ച വ്യക്തി ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആരാണത്? ലഖദ് കാന ഫീ റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാത്തമുൻ നബിയീനായ ആ റസൂലാണ് ഏറ്റവും കൂടുതൽ ഇത് ആസ്വദിച്ചത്, അല്ലേ? ഈ റാളിയത്തൻ മർലിയ. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചതും പ്രതിസന്ധി അനുഭവിച്ചത് ആരാ? പരീക്ഷണങ്ങൾ നേരിട്ടത്. പരീക്ഷണങ്ങളുടെ ഡിക്കോടി നടന്നില്ല, എന്നാൽ കൂടി പറയാം. പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടത് ആരാ? ആ പരീക്ഷണങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ റസൂലുള്ള പരീക്ഷണം നേരിട്ടു. ഒരു കാര്യം ഉറപ്പാണല്ലോ, പരീക്ഷണം എന്താണ് ഞാൻ ഡീകോഡ് ചെയ്തിട്ടില്ല. പക്ഷേ പരീക്ഷണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അണ്ടർസ്റ്റുഡാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ സംഭവിച്ചത്? ഈ ലോകത്തെ ഏറ്റവും വലിയ നേതാവായിട്ടല്ലേ പിന്നെ വന്നത്. രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് തത്വസംഹിതകളും പ്രിൻസിപ്പിളുകളും അവതരിപ്പിച്ചുകൊണ്ട് ലോക രാഷ്ട്രീയ നേതാക്കന്മാർ ഞെട്ടിക്കുമാറുള്ള തത്വങ്ങൾ ഖുർആനിലും ഹദീസിലുമുണ്ട്, അല്ലേ? സോഷ്യൽ രംഗത്ത് റെവല്യൂഷൻ, സ്വാതന്ത്ര്യ രംഗത്ത് റെവല്യൂഷൻ, അല്ലേ? അതേപോലെ തന്നെ നിയമങ്ങൾ, ലോകൾ, കോടതി നിയമങ്ങൾ, സിവിൽ ലോകൾ, ക്രിമിനൽ ലോകൾ എല്ലാം ഇല്ലേ? സാമ്പത്തിക നിയമങ്ങൾ, കെട്ടപ്പിടിക്കാൻ വരുന്ന നിയമങ്ങൾ, അല്ലേ? സാമ്പത്തിക നിയമങ്ങളില്ലേ? ബാങ്കിങ് സിസ്റ്റം തന്നെ, ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം തന്നെയുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും ടോപ്പ് ഓഫ് ദ ടോപ്പാണ്. മൈക്കൽ ഹാർട്ടിൻ്റെ ഒരു ബുക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
മൈക്കൽ എച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു പുസ്തകം വെച്ച് ടോപ്പ് 100 പേഴ്സണാലിറ്റീസ് ഇൻ ദ വേൾഡ്, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയ വ്യക്തിയിൽ ഒന്നാമത്തെ പേര് ആരുടെ കൊടുത്തത്? മുഹമ്മദ് നബിയുടെ പേരാണ് കൊടുത്തത്. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടിട്ട് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായി മാറി. ഇപ്പോൾ ഖുർആൻ പറഞ്ഞു വമാ അർസൽനാക റഹ്മത്തൻ ലിൽ ലോക ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മുഴുലോകങ്ങൾക്ക് കാരുണ്യമായിട്ട് അയക്കപ്പെട്ടു. ആ അയക്കപ്പെട്ട നബിയുടെ അവസ്ഥയിൽ പറയുന്നത് ആകെ പ്രശ്നമായിരുന്നു. പക്ഷെ ആ പ്രശ്നം എന്തായിട്ടില്ല? മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല, മെൻ്റൽ സ്റ്റേറ്റ് നെഗറ്റീവ് ആക്കിയിട്ടില്ല, ഇമോഷണൽ സ്റ്റേറ്റ് നെഗറ്റീവായിട്ടില്ല. സ്പിരിച്വാലിറ്റിയെ വളർത്തിയാണ് ചെയ്തത്. സ്പിരിച്വൽ ഗ്രോത്ത്, സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, സ്പിരിച്വൽ എലവേഷനാണ് സംഭവിച്ചതാണ്. അപ്പോൾ സ്പിരിച്വൽ എലവേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? പരീക്ഷണങ്ങൾ അവിടെ വേണം എന്നുള്ളതിൽ ആ മാതൃക ലക്കത്തിൻ്റെ അസ്നയിൽ എന്താ ഉള്ളത്? സ്പിരിച്വൽ ഏറ്റവും വലിയ വിജയം സ്പിരിച്വൽ വിജയമാണല്ലോ. സൈക്കോളജീൻ്റെ അപ്പുറം ആദ്യം സൈക്കോളജിക്കൽ, അതിന് പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയാം അല്ലേ, സാധാരണ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ. പിന്നെ കുറച്ചും കൂടി സൈക്കോളജി കുറച്ചുകൂടി ഉന്നതമായ, പിന്നെന്താണ് ഇമോഷണൽ തലത്തിലെത്തും പഠിച്ച് ലാസ്റ്റാണ് നമ്മൾ സ്പിരിച്വൽ ലെവലിലേക്ക് എത്തുന്നത്. അൾട്ടിമേറ്റ് എൻഡ് സ്പിരിച്വലാണ്. അപ്പോൾ ആ സ്പിരിച്വൽ രംഗത്ത് സക്സസ്ഫുൾ അപ്ലിഫ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ എലവേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണമെന്ന് മനസ്സിലാക്കുന്നത് നബിയുടെ ജീവിതത്തിൽ നിന്ന് ചില വർഷം തങ്ങളുടെ ജീവിതത്തിൽ എന്താ മനസ്സിലാക്കുന്നത് നമ്മൾ? പ്രശ്നങ്ങൾ അവിടെ വേണം, മീൻസ് പരീക്ഷണങ്ങൾ വേണം. കാരണം പരീക്ഷണങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കിട്ടിയ വ്യക്തിത്വം എന്തായി മാറി? ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായി. എല്ലാ രംഗത്തും ശരി, എല്ലാ രംഗത്തും, കുടുംബജീവിത രംഗത്തായാലും പേഴ്സണൽ ലൈഫിലായാലും നേരത്തെ പറഞ്ഞ വെൽത്തിലും എവരിവർ മഹാനായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം നമ്മൾ ഇതിലിപ്പോൾ ഉള്ളത് റാലിയത്തൻ മാറി അല്ലേ, പരമ സംതൃപ്തിയുടെ ഒരു ജീവിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരായിരിക്കും? തങ്ങളാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പരീക്ഷണം നേരിട്ടുന്ന തങ്ങളാണ്. സോ ദിസ് ഈസ് എ സീക്രട്ട് ഓഫ് ദ ലൈഫ്. എന്താണ് സീക്രട്ട്? ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. ദിസ് ഈസ് എ സിറുൽ അസ്റാർ. ലൈഫിൻ്റെ സിറുൽ അസ്റാറാണ് ഈ ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്. മഹാഭണ്ഡാരാണ് ഈ ആയത്തിൽ. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഓക്കെ, നിങ്ങൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ നിമിഷത്തിൽ ഹാപ്പിനെസ് ആവുക, ഈ നിമിഷത്തിൽ അബണ്ടൻറ്റിലാവുക, മീൻസ് ഹസനത്തിലാവുക, ഐശ്വര്യാവസ്ഥയിലാവുക എന്നതാണ് ഖുർആൻ്റെ പ്രൊജക്റ്റ്. അടുത്ത നിമിഷത്തിലേക്ക് മാറ്റിവെക്കലില്ല. എന്നിട്ട് ഇവിടുന്ന് കിട്ടിയിട്ട് പരലോകത്ത് ദാറുസ്സലാമിനും ദാറുൽ അത് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രിൻസിപ്പൾ ഖുർആൻ്റെ. അപ്പോൾ അതിന് ഒരുപാട് ആയത്തുകളുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. 1-2 ആയത്തുകൾ ജസ്റ്റ് നോക്കിയിട്ട് ഡീകോഡിങ്ങിലേക്കൊന്നും പോകണ്ട, എന്ത് ചെയ്യാം, 1-2 ആയത്ത്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റബ്ബന ആതിനാ ഫി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത. മറ്റൊരായത്താണ് വഖീല ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും, സൂറത്തുൽ നഹൽ 16-30 ആയത്താണ്. ഖാലു ഖൈറ ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന. എന്താണ് പറഞ്ഞത്? ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന വല ദാറുൽ ആഖിറത്തി ഖൈർ. അതായത് ഫോർ ദോസ് ഹു ഡു ഗുഡ് ഇൻ ദിസ് വേൾഡ് ഈസ് എ ഗുഡ് റിവാർഡ്. ഈ ദുനിയാവിൽ തന്നെ ഹസനത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ തന്നെ ഹസനത്തുണ്ട്. ആൻഡ് ദ ഹോം ഓഫ് ദി ഇയർ ആഫ്റ്റർ ഇസ് ബെറ്റർ. എന്നാൽ പരലോകത്ത് കിട്ടുന്നത് ഇതിനെക്കാളും ബെറ്ററാണ്, ഇതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നർത്ഥം. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് പറയാണ്, സൂറത്ത് അറാഫിൽ 7-ാമത്തെ അധ്യായത്തിൽ 156-ാമത്തെ ആയത്ത് നോക്കി കാണാം. വക്തുബ് ലനാ ഫി ഹാദിഹി ദുനിയ ഹസനതൻ വഫിൽ ആഖിറ ഇന്ന ഹുദന ഇലൈക്ക്. അതായത് ആൻഡ് ഓർഡെയിൻ ഫോർ അസ് ഗുഡ് ഇൻ ദിസ് വേൾഡ്. കണ്ടില്ലേ, അതൊരു കാര്യം മലയാളത്തിലെ ഖുർആൻ തന്നെ നിങ്ങളെടുത്ത് 756 എടുത്ത്. അപ്പോൾ നോക്കി എന്താ പറഞ്ഞത് അവിടെ? അത് ഒരു കാര്യം ഞാൻ മലയാളത്തിൽ തന്നെ വായിച്ചിട്ടൊന്ന്. ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും ചെയ്യണം. അത് ഹസനത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, ഐശ്വര്യാവസ്ഥയാണ്. അതിലെല്ലാം ഉണ്ട്, ഈ നന്മ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഹെൽത്ത് മുതൽ വെൽത്ത് മുതൽ എവ്രിതിങ് ഇൻക്ലൂഡ് പാക്കേജാണത്. അപ്പോൾ അത് എവിടെ തന്നെയെന്നാണ് പറയുന്നത്? ഫി ഹാദിഹി ദുനിയ എന്നാണ് വീണ്ടും പറയണത്. ദുനിയാവിലാന്ന് ഉറപ്പായാലോ ഒരുപാട് ആയത്തിലൂടെ. അങ്ങനെ ദുനിയാവിൽ ഹസനത്ത് കിട്ടും എന്ന് ഹസനത്തിൻ്റെ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞ കുറേ കാര്യങ്ങൾ. അപ്പോൾ ദുനിയാവിലെന്ന് പറയുമ്പോൾ ഇപ്പം ആയിരിക്കും, അതല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയോ? നിങ്ങൾക്ക് അപ്പോൾ വേണ്ട പറയാം ഹസനത്ത്, നിങ്ങൾക്ക് അപ്പോൾ വേണ്ട ഇരിക്കുന്ന ആൾ പറയാം. നിങ്ങൾക്ക് ഈ അള്ളാഹ് പറഞ്ഞ ദുനിയാവിൽ കിട്ടുമെന്ന് പറഞ്ഞ ഹസനത്ത് ഇപ്പം വേണോ പിന്നെ വേണോ? അത് പറയും. ജസിക്കാണ് മൈക്കുള്ളത് നിങ്ങളുടെ അടുത്താ അല്ല? എല്ലാവരോടും ചോദ്യം ഇപ്പം അല്ലേ? നിങ്ങളോടും എല്ലാവരോടും ഇപ്പം അല്ലേ വേണ്ടത്? അങ്ങനെ പിന്നെ നീ നീട്ടി വെക്കുന്നേ.
അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ദുനിയാവിൽ എല്ലാം ദുനിയാവ് ഫിഹാദി ദുനിയ ഫിഹാദി ദുനിയ എന്നൊക്കെ ഇവിടെയൊക്കെ പറയണത്, ദുനിയാവിൽ ഹസനത്തൊട്ടും ദുനിയാവിൽ ബഷാറത്തൊട്ടും ഇങ്ങനെയൊക്കെയല്ലേ പറയണത്. അപ്പം അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, നീട്ടി വെക്കേണ്ടതില്ല, ഉറപ്പല്ലേ? ഇപ്പല്ലേ വേണ്ടത്? അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റായില്ലേ? ഇപ്പോൾ ഈ നിമിഷം സന്തോഷവും ശാന്തിയും സമാധാനം ഇസ്ലാമിക് ഭാഷ പറഞ്ഞാൽ, ഖുറാൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കൽബും മുത്തുവനത്തും സക്കീനത്തും അവദ്ധത്തും റഹ്മത്തും അതുപോലെ തന്നെ ഹസനത്താക്കി ഈ നിമിഷം കിട്ടാനുള്ള പ്രൊജക്റ്റ് അല്ലേ ഇസ്ലാം, അതല്ലേ ദീന്. ദാറ്റ് ഈസ് വാട്ട് ദീൻ ഈസ്. നീട്ടിവെക്കലില്ല, ദുനിയാവ് തന്നെ നീട്ടിവെക്കാൻ പാടില്ല, പിന്നെ ഇങ്ങനെ പരലോകത്തേക്ക് നിങ്ങൾ നീട്ടിവെച്ചേക്കൽ. മനസ്സിലായി ഇവിടെ ക്ലിയറായോ? ദുനിയാവ് തന്നെ നീട്ടിവെക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ പരലോകത്തേക്ക് നീട്ടിവെക്കുന്നത് ഇവിടെ കിട്ട് മൈൻഡിലേക്ക്. നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ആസ്വദിക്കട്ടെ, ആനന്ദിക്കട്ടെ. കൽബുമുത്തലാവട്ടെ, ആന്തരിക ലോകം. പുറത്ത് ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാവും, കല്ലി വല്ലി അറബിയിൽ പറയും, നമ്മൾ ഗൾഫ് അറബിയിൽ കല്ലി വല്ലി. അതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നിങ്ങൾ ആകുന്നത്, അപ്പോഴും ഈമാൻ ഉറക്കുന്നത്, ഇസ്തിഖാമത്തിൽ ഈമാൻ ഉറക്കുന്ന അപ്പോഴാണ്. കാരണം ആ ആയത്തിൽ നിങ്ങൾ തിരിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആപ്ലിക്കേഷനിൽ വന്നു, അതുകൊണ്ട് നിങ്ങൾ ഹാപ്പിയിലായി. വീണ്ടും ആവർത്തിക്കാൻ റിപ്പീറ്റ് ചെയ്യാണ്, കാരണം പലപ്പോഴും ഇത് ആവർത്തിച്ചാലേ ഇത് ഇഞ്ചക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാലേ കയറുള്ളൂ. എന്നാണ് നിങ്ങൾ ചോദിച്ചത്. ഈ പറഞ്ഞ ഹസനത്തുകൾ, കൽബും മുത്തുമൈൻ്റെത്തും ഹസനത്തും, ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബിശാറത്തൊക്കെ റാദിയത്തെ മറൽ ഇതൊക്കെ ദുനിയാവിൽ കിട്ടുന്നു. അള്ളാഹു ഓപ്പണായിട്ട് ആ വാക്ക് പോലും ഫിഹാദി ദുനിയ ദുനിയ അങ്ങനെയൊക്കെയാണ് പറയണത്. അതിപ്പോൾ വേണോ പിന്നെ വേണോ ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ നീട്ടിവെക്കാൻ പാടുണ്ടോ? അങ്ങനെ ഖുറാൻ്റെ പ്രൊജക്റ്റ് എന്താ? ഈ നിമിഷം ഹാപ്പി ആവാനുള്ള, ജോയ്ഫുൾ ആവാനുള്ള, ബ്ലിസ്ഫുൾ ആവാനുള്ള, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്, കൽബും മുത്തുവനത്തിലെത്താനുള്ള, ബഷാറത്തിലെത്താനുള്ള, ഹസനത്തിൽ ഐശ്വര്യാവസ്ഥയിലെത്താനുള്ള, ഈ നിമിഷം ഐശ്വര്യത്തിലാവാനുള്ള, ഈ നിമിഷം റാദിയത്തൻ മർദ്യത്തിലാവാനുള്ള മഹാ പ്രൊജക്റ്റാണ് ഖുർആൻ. അതാണ് ദീൻ. ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ അല്ലേ? ഓക്കെ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരായത്തും കൂടി പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരായത്തും കൂടി നമുക്ക് നോക്കാം. ഇത് ക്ലിയർ അല്ലേ? ഈ ആയത്ത് നമ്മൾ ഫുൾ വായിച്ചല്ലേ മലയാളം? അക്തുബുലന ഫി ഹാദിഹി ദുനിയ ഹസന. ഈ ദുനിയാവിൽ എനിക്ക് ഐശ്വര്യാവസ്ഥ എന്താണ് കൊടുത്ത മലയാളത്തിലെങ്ങനെയാണ് രേഖപ്പെടുത്തി വെക്കണേ എന്നാ നോക്കി, നന്മ രേഖപ്പെടുത്തി ചെയ്യണം. ഇനി സൂറത്തുൽ ഖസസിലേക്ക് ഒന്ന് എടുക്കുക. സൂറത്തുൽ ഖസസ് 28-77. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. ഓക്കെ, അവിടെ അള്ളാഹ് പറയുന്നത് എന്താ? വബ്തഗി ഫീമാ ആതാക അല്ലാഹു അദ്ദാറൽ ആഖിറ. അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പരലോകത്തെ എങ്ങനെ കൊടുത്ത് നോക്കി ആഗ്രഹിക്കാമെന്നായിരിക്കും. എങ്ങനെ കൊടുത്ത ഇവിടെ ചില വാക്കുകൾ നമ്മൾ ഈ അറബി തന്നെ കേട്ടും പരിശീലിച്ചും കാലങ്ങളായിട്ട് വർഷങ്ങളുള്ള അറബിയിലാണല്ലോ എൻ്റെ പഠനം ഇതൊക്കെ പോണത്. അപ്പോൾ അറബി തന്നെ ഒരു ഇഫാമ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് കറക്റ്റ് മലയാളം വേർഡ് എന്താണെന്നുള്ള കിട്ടാത്ത വിഷയം വരും. അവിടെ എന്താ കൊടുത്ത് നോക്കി? ബബ്തഗി അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. തേടുക. യെസ്. പിന്നെ വലാ തൻസ നസീബക മിനദ് ദുനിയ. എന്നാൽ ദുനിയാവിൻ്റെ ഓഹരിയെ നീ മറക്കണ്ട കേട്ടോ. ദുനിയാവിൽ ഒരു ഓഹരി ഉണ്ടെന്നല്ലേ പറയണത്? മനസ്സിലായില്ലേ? ദുനിയാവിൻ്റെ ഓഹരിയെ നീ മറക്കണ്ടെന്ന് പറയുമ്പോൾ ദുനിയാവിലും ഓഹരി ഉണ്ടെന്നായില്ലേ? അപ്പോൾ ആ ദുനിയാവിലെ ഓഹരി ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരാന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചതും ആരാണ്? ഇനി പരീക്ഷണങ്ങൾ തന്നെ പറയാമല്ലേ? അല്ല, ഇനി നല്ലത് ഇനി അങ്ങോട്ട് ഏകദേശം കുറേയൊക്കെ നമ്മൾ എത്തിയല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത്, പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രവാചക ലൈഫിലാണെങ്കിൽ യുദ്ധങ്ങൾ, അല്ലെ, അങ്ങനെ പലതും നമുക്ക് പറയാം. കഴിഞ്ഞ ഇതൊക്കെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പാർട്സിലൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിൽ കിട്ടും എന്നുള്ളത് ആവർത്തിച്ച് ഖുർആനിൽ പറയുന്നു. സോ ഈ മൊമെൻറ്റിലാണ്, ഈ മൊമെൻറ്റിൽ ഹാപ്പിനെസ് വരാനുള്ള മഹാ സീക്രട്ടാണ് എന്ത്? സീക്രട്ട് ഓഫ് ദ സീക്രട്ട്, സിറുൽ അസ്റാറാണെന്ത്? ഇന്ന മാലൗസിരി യുസറ, ഇന്ന മാലൗസിരി യുസറ തിരിയുക എന്നുള്ളത്. കാരണം എന്താ? അത് പ്രവാചകൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ലഖദ് കാന ഫി റസൂലിൽ ഉസ്വത്തുൻ ഹസനയിൽ അത് തന്നെയാണുള്ളത്. ഇതാണ് തിരിഞ്ഞു കിട്ടുക. തിരിയാത്തവന്ന് അട്ടം തിരിഞ്ഞു പോകും. അത് തിരിയുക എന്നുള്ളതാണ് മഹാഭാഗ്യം. അത് തിരിയേണ്ടതുകൊണ്ടാണ് ഞാൻ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും പറയുമ്പോഴാണ് ഇത് തിരിഞ്ഞു കിട്ടിയ സാധനം. ക്വസ്റ്റ്യങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നത് പോലെ ഇഞ്ചക്ഷൻ കയറ്റണം അകത്തേക്ക്. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അതായത് സൂറത്ത് ഏതന്നെയാണ് പറഞ്ഞത്? സൂറത്ത് ഹൂദ് 3-ാമത്തെ വചനം. ഓക്കെ, എടുത്തില്ലേ? അതൊന്ന് നിങ്ങൾ നോക്കിയേ, വായിച്ചേ. അറബി ടെക്സ്റ്റ് വായിച്ചാൽ മതി, ആയത്തന്നെ വായിച്ചോളൂ. വ അനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുമത്തിഉക്കും മത്താൻ ഹസന ഇല അജലിൻ മുസമ്മ. ആണ് ഈ മൊത്തം ഇതിൻ്റെ ഇൻട്രോ ക്ലാസ്സിൽ തന്നെ ഈ ആയത്ത് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഈ ആയത്തിൻ്റെ ഡീകോഡിങ്ങിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ അവിടെ എന്താ പറഞ്ഞത്? 2 കാര്യം. നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ സംഭവിക്കുകയാണ്, നമ്പർ 1. തൗബ സംഭവിക്കുകയാണെങ്കിൽ ഇസ്തിഗ്ഫാർ എന്താണെന്ന് മനസ്സിലാക്കണം. അത് സംഭവിക്കാനുള്ള വഴികൾ പഠിക്കാനുണ്ട്. അതൊക്കെ വലിയൊരു വിഷയമാണ്, അതെടുക്കട്ടെ. അത് തൗബ മറ്റൊരു വിഷയമാണ്. ടോട്ടൽ റിഫോർമേഷൻ മൈൻഡിന് സംഭവിക്കുന്ന ടോട്ടൽ ഇമോഷണൽ ക്ലെൻസിങ് നടക്കുന്ന മഹാസംഭവമാണ് തൗബ എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഉമർ റളിയല്ലാഹു അൻഹു മഹാവിക്രസായിരുന്നല്ലോ ആദ്യം. എന്താണ് ഉമറിനെ മാറ്റിയ? തൗബയാണ്. പക്ഷേ സഡൻ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞൊരു സാധനമാണത്. പെട്ടെന്ന് മൈൻഡിൽ വരുന്ന സുനാമിയാണ് തൗബ. വളരെ ഡീപ്പിൽ പോകേണ്ട വിഷയമാണ്. ഓക്കെ, ഏതായാലും ഈ തൗബ സംഭവിക്കുകയാണെങ്കിൽ പ്ലസ് ഇസ്തിഗ്ഫാർ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞത്? യുമത്തിഉക്കും യുമത്തിഉ നിങ്ങളെ സുഖിപ്പിക്കും എന്ന് പറഞ്ഞത്. മത്താൻ ഒരു സുഖിപ്പിക്കൽ. എങ്ങനെ സുഖിപ്പിക്കൽ? ഹസന, ഒന്നാന്തര സുഖിപ്പിക്കും. എത്രയാ സുഖം പറയുന്നത് ഇവിടെ? ഒന്നാന്തര സുഖിപ്പിക്കൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇസ്തിഗ്ഫാറും ചോദ്യം ഇതാണ്. സ്വാലുൽ മുഹിമുൽ അസാസിയായ മുഹിമായ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഇസ്തിഗ്ഫാറും തൗബയും പരലോകത്ത് നടക്കേണ്ടതാണോ ദുനിയാവിൽ നടക്കേണ്ടതാണോ? പരലോകത്ത് പോയിട്ട് നടക്കേണ്ടതാണോ ദുനിയാവിൽ നടക്കേണ്ടതാണോ? എവിടെയാ? ദുനിയാവിൽ നടക്കേണ്ടതല്ലേ എല്ലാവരോടും? നോട് ചോദ്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹ് പറയുന്നത് ഉടനടി തന്നെ എന്താണ്? യുമത്തിക്കും മത്താൻ ഹസന, പിന്നെന്താ ശേഷം എന്താ? ഇല അജലിൻ മുസമ്മ. ഒരു നിർണിത, മലയാളങ്ങളിൽ കൊടുത്തു നോക്കിയ നിർണിത സമയം വരുന്നതായിരിക്കും. നിർണിതമായ ഒരവധി വരെ. എന്നാൽ ദാറുൽ ഖുൽദിലെ പരലോകത്ത് അങ്ങനെയാണോ? നിർണിതമായ അവധി ഉണ്ടോ? അത് ദാറുൽ ഖുൽദല്ലേ, എറ്റേണിറ്റിയിലല്ലേ ആനന്ദം കിട്ടുക. അപ്പോൾ ദുനിയാവിൽ കിട്ടേണ്ടുന്ന സുഖിപ്പിക്കലാണ്, വല്ലാത്തൊരു സുഖിപ്പിക്കലല്ല, സുഖിപ്പിക്കുന്നതാണ് ദുനിയാവിൽ. അപ്പോൾ ദുനിയാവിൽ അതും ഉണ്ടെന്ന് അർത്ഥം. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ വിഷയം അതല്ല, നമ്മൾ ടോപ്പിക്കായിട്ട് കിടക്കുന്നത്. ഈ മത്താൻ ഹസന എന്നുള്ള മെൻ്റൽ സ്റ്റേറ്റ്, ഇമോഷണൽ സ്റ്റേറ്റ്, വൈകാരികാവസ്ഥ, പോസിറ്റീവ് വൈകാരികാവസ്ഥയാണിത്. ഇത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരായിരിക്കും എന്നുള്ളതാണ് വീണ്ടും ക്വസ്റ്റ്യൻ. ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് ആരാ? അതും റസൂലുള്ളാഹി. ഇന്ന മഅൽ ഉസ്രി യുസ്റാ വ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പക്ഷെ എന്ത് വേണം? ലിമൻ കാന യർജുല്ലാഹ്. അത് സംഭവിക്കണം. അള്ളാഹുവിനെ വല്ലാണ്ട് പ്രണയിക്കണം, ആഗ്രഹിക്കണം. അപ്പോഴാണ് ഉസ്വത്തുൻ ഹസന ആകുന്നത്. അതിൻ്റെ എറ്റേണൽ ലൈഫ്, അതിൻ്റെ ആൾസോ ദിക്റുള്ള. ഓക്കെ, അത് വേറെ വിഷയമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ കേട്ടെ, സൂചിപ്പിക്കുന്നതെന്ന് മാത്രം. മെയിൻ പോയിൻ്റ് എന്താണ്? ഈ പറഞ്ഞ മത്താൻ ഹസൻ ഏറ്റവും കൂടുതൽ സംഭവിച്ചേക്കണത് പ്രവാചകനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചത് പ്രവാചക തങ്ങളാണ്. ആൻഡ് ദിസ് ഈസ് ദ പാരഡോക്സ് ഓഫ് ദ ലൈഫ്. ലൈഫ് ഈസ് എൻ ഐറണി. ഇതൊരു വൈരുദ്ധ്യാഭാസമാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ്. ആ വൈരുദ്ധ്യങ്ങളുടെ ഗുട്ടൻസ് പിടുത്തം കിട്ടുക എന്നുള്ളതാണ് സക്സസിൻ്റെ സീക്രട്ട് കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഫലാഹിൻ്റെ സക്സസിൻ്റെ, നമ്മുടെ ഈ സംരംഭത്തിൻ്റെ പേരിന് അൽ ഫലാഹ് എന്നാണല്ലോ, വിജയം. അതിൻ്റെ സീക്രട്ട് കിടക്കുന്നത് തന്നെ എവിടെയാണ്? ഇങ്ങനെ ഗുട്ടൻസ് തിരിയാന്നുള്ളതാണ്. ഗുട്ടൻസ് തിരിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ബുദ്ധിമുട്ടി പോകും നമ്മൾ. അപ്പോൾ ആ ഗുട്ടൻസ് തിരിയിക്കലാണ് ഈ ക്ലാസ്സിൻ്റെ മൊത്തത്തിൽ ലക്ഷ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും കൂടുതൽ ചർച്ചയിലേക്ക് പോകാം. ഓക്കെ.